ഫ്രണ്ട്സ് ഏകജാലക കേന്ദ്രങ്ങളിൽ നിന്നും സേവനങ്ങൾ ഒഴിവാക്കി സർക്കാർ. ജനോപകാരപ്രദമായിരുന്ന കേന്ദ്രങ്ങൾ ഇതോടുകൂടി നോക്കുകുത്തികളായി മാറി. പൊതുജനങ്ങൾക്ക് ആശ്രയമായ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണിതെന്ന സൂചനയും ഉണ്ട്. സർക്കാരിൻ്റെ വിവിധ സേവനങ്ങൾ പൊതുജനങ്ങളിൽ വേഗത്തിൽ ലഭിക്കുന്നതിനും വൈദ്യുതി, ടെലിഫോൺ ബില്ലുകളും വാഹന സംബന്ധമായ നിരക്കുകളും യൂണിവേഴ്സിറ്റി ഫീസുകൾ ഉൾപ്പെടെ പൊതുജനങ്ങൾക്ക് അടയ്ക്കാവുന്ന ഫ്രണ്ട്സ് ഏകജാല കേന്ദ്രങ്ങൾ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ജൂൺ 30 വൈദ്യുതി ബിൽ സ്വീകരിക്കുന്നത് നിർത്തലാക്കി സർക്കാർ ഉത്തരവിറക്കി. ഇതോടെ പൊതുജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടുകയാണ്. ഇടുക്കി ജില്ലാ ആസ്ഥാനമായ ചെറുതോണിയിൽ ഫ്രണ്ട്സ് കേന്ദ്രത്തിൽ വൈദ്യുതി ബില്ല് സ്വീകരിക്കാതെ വന്നതോടെ 50 രൂപ ഓട്ടോ ചാർജ് നൽകി വഞ്ചിക്കവലയിലുള്ള KCB ഓഫീസിൽ പോയി ബില്ലടയ്ക്കേണ്ട ഗതികേടിലാണ് ജനങ്ങൾ. KCB 3 മണിവരെ വൈദ്യുതി ബിൽ സ്വീകരിക്കുകയുള്ളൂ. എന്നാൽ ഫ്രണ്ട്സ് അക്ഷയ കേന്ദ്രങ്ങൾ വൈകിയും ബില്ല് സ്വീകരിച്ചിരുന്നു. ഇടുക്കിയിലെ മലയോര ഗ്രാമങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് കറണ്ട് ബില്ല് അടയ്ക്കാൻ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അക്ഷയയിലും ഫ്രണ്ട്സിലുമൊക്കെ കറണ്ട് ബില്ല് അടയ്ക്കാമായിരുന്നു. അതിൻ്റെ അകത്ത് ഇപ്പം 40% ആളുകൾ ഓൺലൈനിൽ അടയ്ക്കുമ്പോഴും 60% സാധാരണക്കാർ നേരിട്ടാണ് കൊണ്ടേ അടയ്ക്കുന്നത്. ഇപ്പോൾ ചെറുതോണിയെ സംബന്ധിച്ച് ചെറുതോണിയിൽ നിന്ന് 3 കിലോമീറ്റർ സഞ്ചരിച്ച് വഞ്ചിക്കോല എത്തിയിട്ട് മാത്രമേ ഈ കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റുന്നുള്ളൂ. ഏകദേശം 3 മണിയോടുകൂടി അത് അവസാനിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ സാധാരണക്കാരനത് വളരെ ബുദ്ധിമുട്ട് നേരിടുന്നതുകൊണ്ട് ഗവൺമെൻറ് അത് അടിയന്തരമായിട്ട് ഇടപെട്ട് നേരിട്ട് ഈ ഫ്രണ്ട്സിലും അക്ഷയയിലും അടയ്ക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്ന് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ആവശ്യപ്പെടും. ഇത്തരം കേന്ദ്രങ്ങൾ അടയ്ക്കുന്ന പണം യഥാസമയം KCBക്ക് ലഭിക്കുന്നില്ല എന്നതിനാലാണ് ബില്ലടയ്ക്കുന്നത് നിരോധിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തരം കേന്ദ്രങ്ങളിലെ കുഴപ്പം കൊണ്ടല്ല, അടയ്ക്കുന്ന പണം സംസ്ഥാന IT വിഭാഗത്തിലാണ് ലഭിക്കുന്നത്. അവിടെ നിന്നും യഥാസമയം വൈദ്യുതി ബോർഡിലേക്ക് നൽകാത്തതാണ് പ്രതിസന്ധിക്ക് യഥാർത്ഥ കാരണം. ഫ്രണ്ട്സ് ഏകജാലക കേന്ദ്രങ്ങളിൽ വൈദ്യുതി ബിൽ അടയ്ക്കുന്നത് നിർത്തിയതോടെ തൊഴിലെടുക്കാതെ ശമ്പളം പറ്റേണ്ടി വരുന്നത് മാനസിക പിരിമുറുക്കത്തിനും കാരണമാകുന്നുവെന്ന് ജീവനക്കാരും പറയുന്നു. ചെറുതോണിയിൽ മാത്രം 5 ജീവനക്കാരാണ് ഫ്രണ്ട്സ് ജനസേവാ കേന്ദ്രത്തിലുള്ളത്. സംസ്ഥാനത്തിൻ്റെ മറ്റ് കേന്ദ്രങ്ങളിലും സമാന രീതിയിലാണ് ജീവനക്കാർ ഉള്ളത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.